ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. ഇപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തത്തുല്യ അല്ലെങ്കിൽ ഇക്വലൻസി അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അതുമായി റിലേറ്റ് ചെയ്ത മാനദണ്ഡങ്ങൾ വീണ്ടും അവിടെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പരിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം 2023 തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഇക്വലൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പല രീതിയിലും ഇഷ്യൂസും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 13-ാം തീയതി കഴിഞ്ഞ ദിവസം വന്ന ഒരു സർക്കുലർ ആണ്. അപ്പൊ ഇതിൽ എന്താ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വിഷയം നോക്കാം. PSC നിയമനങ്ങൾക്ക് ബാധകമാകുന്ന യോഗ്യത അല്ലെങ്കിൽ സമാന യോഗ്യത എന്നിവ സംബന്ധിച്ച് പൊതു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മൾ എന്ത് വിഷയം. അപ്പൊ അതിലൊരു റെഫറൻസ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത് നോക്കാം. നിലവിൽ PSC മുഖേന തെരഞ്ഞെടുപ്പ് നടത്തുന്ന തസ്തികകൾക്കായി അതാത് തസ്തികയുടെ വിശേഷാൽ ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമന ചട്ടങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഉത്തരവ് അനുസരിച്ചുള്ള യോഗ്യതകളാണ് PSC പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങളിൽ നിശ്ചിത യോഗ്യതയായി ഉൾപ്പെടുത്തുന്നത്. പ്രസ്തുത യോഗ്യതകളോടൊപ്പം KS&SSRലെ റൂൾ നമ്പർ 10A(2) പ്രകാരം സ്വീകാര്യമായ തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകളും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വീകരിച്ചു വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ KS&SSRന്റെ കാര്യം ആ ഒരു നോട്ടിഫിക്കേഷൻ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അല്ലെ. എന്നാൽ ഈ യോഗ്യതകൾ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതും ഇപ്രകാരം യോഗ്യതകൾ നിശ്ചയിക്കുന്നതിന് വ്യക്തമായ വ്യവസ്ഥകൾ ഇല്ലാത്തതും പലപ്പോഴും തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഇടയാക്കുന്നുമുണ്ട്. അതേപോലെ അതായത് കേസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ, പല രീതിയിലും പല കേസുകളും ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഏരിയ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അപ്പോൾ ഏതെങ്കിലും ഒരു യോഗ്യത മറ്റൊന്നിന് തുല്യമോ ഉയർന്നതോ ആണെന്ന് കാണുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനോടും PSCയോടും കൂടിയാലോചിച്ചുകൊണ്ട് വിശേഷാൽ ചട്ടങ്ങളിൽ കാലാകാലങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണെന്ന് നിർദ്ദേശം സൂചന പ്രകാരം നിലവിലുണ്ട്. ഈ ഒരു സൂചന. എന്നാൽ അപ്രകാരം യോഗ്യത നിശ്ചയിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ അഭിപ്രായം കൂടി ലഭ്യമാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സർക്കാർ കരുതുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റീസിൽ പൊതു തസ്തികകളിൽ നിയമനത്തിനുള്ള യോഗ്യതകൾ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പൊതു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാവും ഉചിതമെന്നും കാണുന്നു. മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഒരു യോഗ്യത മറ്റൊന്നിന് തുല്യമാണെന്നോ അതിനേക്കാൾ ഉയർന്നതാണെന്നോ നിശ്ചയിക്കുന്നതിന് ചുവടെ ചേർത്തിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ നോക്കാം. ഒന്നാമത് നോക്കാം. ഒരു വകുപ്പിന്റെ വിശേഷണ ചട്ടത്തിൽ ഉൾപ്പെടുന്ന തസ്തികയുടെ യോഗ്യതകളുടെ കാര്യത്തിൽ ഒരു യോഗ്യത മറ്റൊന്നിന് തുല്യമോ ഉയർന്നത് എന്ന് നിശ്ചയിക്കുന്നത് കൊണ്ട് അതാത് ഭരണ വകുപ്പുകൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ വരുന്നത് അവർക്ക് എന്താ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്രകാരം എന്താ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഭരണ വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെയും PSCയുടെ അഭിപ്രായം തേടേണ്ടതാണ്. പൊതു തസ്തികകളുടെ യോഗ്യതയുടെ കാര്യത്തിൽ ഒന്ന് മറ്റേതിന് സമാനമെന്നോ ഉയർന്നതാണെന്നോ സംബന്ധിച്ച ഉത്തരവുകൾ ഭരണപരിഷ്കാര വകുപ്പാണ് പുറപ്പെടുവിക്കേണ്ടത്. ഇതിന്റെ സബായിട്ട് എന്ത് ചെയ്യുന്നത്, വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഗ്രാന്റ് എയ്ഡ് സ്ഥാപനങ്ങളിലോ നടത്തിവരുന്ന കോഴ്സുകൾ PSC നിയമനങ്ങൾക്ക് യോഗ്യതയെ പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ അതാത് ഭരണവകുപ്പുകൾ യോഗ്യത മറ്റേതിന് സമാനമാണെന്നോ ഉയർന്നതാണെന്നോ എന്ന് പരിശോധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ അഭിപ്രായം ലഭ്യമാക്കി വ്യക്തമായി ശുപാർശ സഹിതം ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് നൽകേണ്ടതാണ്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് PSCയുമായി കൂടിയാലോചിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്തിരിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയുന്നുണ്ടാവും, പല കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതായത് ഏതൊക്കെയാണെന്നില്ല സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും അവിടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് PSC നിയമനങ്ങൾക്ക് ബാധകമാവുന്ന യോഗ്യത അല്ലെങ്കിൽ സമാന യോഗ്യത എന്നിവ സംബന്ധിച്ച പൊതു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് അവിടെ പരിഷ്കരിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.